ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് ഒരു കമ്പോസ്റ്റുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. അപ്പോൾ കമ്പോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സാധാരണ കരിയില ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്നതിനെ കുറിച്ചായിരുന്നു ഞാൻ പറഞ്ഞത്. ഇപ്പം ഇന്ന് ഞാൻ പറയുന്നത് ഈ വാഴത്തട ഉപയോഗിച്ചിട്ടുള്ള ഒരു കമ്പോസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഒരു വാഴത്തട ഉപയോഗിച്ച് നമുക്ക് എങ്ങനെയാണ് കമ്പോസ്റ്റ് ഉണ്ടാക്കിയെടുക്കുക, അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ഉപയോഗിക്കണം, അത് എത്ര ദിവസം കൊണ്ടാവും എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ ഞാനൊരു വാഴത്തട ഉപയോഗിച്ചിട്ടുണ്ട്. 2 ദിവസം മുന്നേ വാഴക്കൊല വെട്ടിയിട്ടുള്ള ഒരു തടയാണ്. ഈ തട സാധാരണഗതിയിൽ നമ്മൾ അങ്ങനെ തന്നെ ഇട്ട് അവിടെ വെച്ച് അതങ്ങ് ഉണങ്ങി പോവാണ് സാധാരണ പതിവ്, അങ്ങനെയാണ് ചെയ്യാറുള്ളത്. പക്ഷെ ഇത് നമുക്ക് ഉപയോഗപ്പെടുത്തിയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കമ്പോസ്റ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ അത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇത് കട്ട് ചെയ്യുന്ന രീതിയൊക്കെ ഉണ്ട്. വളരെ ചെറുതായിട്ട് നമുക്ക് കട്ട് ചെയ്യുക വേണം. എന്നിട്ട് ഇതിന്റെ കൂടെ നമുക്ക് കുറച്ച് ചാണകമൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇത് നമ്മൾ കമ്പോസ്റ്റ് ആക്കി മാറ്റുന്നത്. അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ വാഴത്തട നമ്മൾ ആദ്യം തന്നെ ഇതിന്റെ പുറമേയുള്ള ഈ ഉണങ്ങിയ തൊലികളൊക്കെ ഒന്ന് ഒഴിവാക്കുകയാണ് കേട്ടോ. ഇത് ഒഴിവാക്കേണ്ട വലിയ ആവശ്യമൊന്നുമില്ല, പക്ഷെ എന്നാലും ഞാൻ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് ഒഴിവാക്കുകയാണ്. ഇത് വളരെ ചെറിയ പീസായിട്ട് നമുക്ക് കട്ട് ചെയ്യണം. വലിയ പീസായി കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കമ്പോസ്റ്റ് ആയി കിട്ടുക എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ്. അപ്പൊ ആദ്യം തന്നെ ഇത് നമുക്ക് വളരെ ചെറിയ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കണേ. ഓക്കെ, ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് ഞാനിവിടെ ആദ്യം കുറച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് കാണിച്ചു തരാം. അതായത് ഇത് നമുക്ക് ചെറിയ പീസ് കിട്ടണമെങ്കിൽ ആദ്യം നമ്മൾ വാഴത്തടന്റെ മുകളിൽ തന്നെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെട്ടിട്ട് വെക്കണം. ഇങ്ങനെ വെച്ചാൽ മാത്രം നമുക്കത് മുറിക്കുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, കുറച്ച് ചെറിയ പീസുകളായിട്ട് കിട്ടും നമുക്ക്. ഇനി നമ്മൾ സാധാ വാഴത്തടയൊക്കെ വെട്ടിട്ട് കൊടുക്കുന്ന രീതിയിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെട്ടി കൊടുത്താൽ മതി. ഇങ്ങനെ വെട്ടുമ്പോൾ തന്നെ നമുക്ക് ചെറിയ പീസുകളായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ വെട്ടിയതാണ്. ഇങ്ങനെ വെട്ടുമ്പോൾ നമുക്ക് ഇതാക്കുന്ന അതായത് ചെറിയ പീസുകളായിട്ട് കിട്ടുന്നുണ്ട്. ഈ രൂപത്തിലുള്ള പീസുകളാണ് നമുക്ക് ഇതിനായിട്ട് ആവശ്യമുള്ളത്. ഇപ്പൊ വലുതിട്ട് കഴിഞ്ഞാൽ അത് കമ്പോസ്റ്റ് ആവുക എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വളരെ ചെറിയ പീസുകളായിട്ട് വെട്ടുന്നത് കേട്ടോ. ഇതിന്റെ ഇടയിൽ കൂടി വലിയ പീസുകൾ നമ്മൾ വെട്ടിട്ട് കഴിഞ്ഞാൽ അതൊന്ന് നന്നായിട്ട് ചെറുതായി കൊടുക്കുന്നത് നല്ലതാണ്. ഒരുപാട് ചെറുതാക്കിയൊന്നും വേണ്ട, എങ്കിലും നമുക്ക് കമ്പോസ്റ്റ് പെട്ടെന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ രീതി ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഏകദേശം ഒരു ചെറിയ ചാക്കില്, ഒരു സിമെന്റ് ചാക്കിന് എത്രയുള്ള വലിപ്പമുള്ള ചാക്കിലാക്കാനുള്ള വാഴത്തട നമ്മൾ വെട്ടി റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല ചെറിയ പീസ് തന്നെ ആക്കി റെഡി ആക്കിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എന്ത് ചെയ്യണം, ഒരു ചാക്കിലേക്ക് നിറച്ചിട്ട് അതിൻ്റെ കൂടെ ബാക്കി എന്തൊക്കെ ചെയ്യണമെന്നും കൂടി നോക്കട്ടോ. ഇതിനായിട്ട് ഞാൻ ഇതാക്കുന്ന ഇവിടെ ഒരു ബക്കറ്റിൽ ചാണകമുണ്ട്. നല്ല പച്ചച്ചാണകമാണ്. ഈ പച്ചച്ചാണകം നമ്മൾ കലക്കണം. അതായത് അത്യാവശ്യം കുറച്ച് കട്ടിയുള്ള രീതിയിൽ തന്നെ കലക്കുക. അത് കലക്കിയിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഒരു സിമെന്റ് ചാക്കാണ്. ഈ സിമെന്റ് ചാക്കിലേക്കാണ് ഞാനിത് ഫില്ല് ചെയ്യാൻ പോകുന്നത്. ഇതിലേക്ക് വേണ്ട ഏകദേശം ക്വാണ്ടിറ്റി ഇതുണ്ട്. ഇത് ഇടുന്നത് നമ്മൾ ഓരോ ലെയറുകളായിട്ടാണ് ചെയ്യട്ടോ. അപ്പൊ അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ചാണകം ഒന്ന് കലക്കേണ്ട ആവശ്യമുണ്ട്. അത് കലക്കിയതിന് ശേഷം ബാക്കി നമുക്ക് പറയാം. ചാണകത്തിലേക്ക് നമുക്ക് വേണ്ട അളവിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നന്നാക്കി വെള്ളത്തിലേക്ക് മിക്സ് ആക്കി എടുക്കണേ. അതായത് നല്ലൊരു ഉറപ്പുള്ള ഒരു കമ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മതി. ചാണകം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഉപയോഗിക്കുന്ന ഒരു സിമെന്റ് ചാക്കിലേക്കാണ് ആദ്യം തന്നെ ചെയ്യേണ്ടത്. ഈ വാഴന്റെ തടയുടെ പീസ് ആദ്യം ഇതിലേക്ക് ഒരു ലെയർ ആക്കി ഇടണം. ആ ലെയർ ഇട്ടതിന് ശേഷം, അതായത് ആദ്യം തന്നെ കാണിച്ചു തരാം. ഈറ്റല് ഒരു ലെയർ ആക്കി നമുക്ക് ആദ്യം ഇതിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കണം. അത്യാവശ്യം തന്നെ ഇട്ട് കൊടുക്കുക. അത്യാവശ്യം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ലെയറിന്റെ മുകളിലേക്ക് ചാണകം, നമ്മൾ കലക്കി വെച്ച ചാണകം എന്ത് ചെയ്യണം, മറ്റേ കുറച്ച് ടൈറ്റ് ആക്കിയിട്ടാണ് കലക്കി വെച്ചത്. ഈ ചാണകം നമ്മൾ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അപ്പൊ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആവുകയും വേണം. അപ്പൊ മിക്സ് ആവുന്ന രീതിയിലേക്ക് നമുക്കൊരു കോല് ഉപയോഗിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നതും നല്ലതാണ്. അപ്പൊ ഏതായാലും ഞാൻ ഈ ഒരു ലെയർ ഞാൻ ചാണകം ഒഴിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ നമുക്ക് ഒരുപാട് വെള്ളത്തിന്റെ ആവശ്യമില്ല കേട്ടോ. കാരണം വാഴത്തടേന്റെ ഉള്ളിൽ തന്നെ അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഉള്ളത് കൊണ്ട്
വെള്ളം ഒരുപാട് ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി അടുത്ത ലെയറാണ്. രണ്ടാമത് ഈറ്റാ തന്നെ ലെയറായിട്ട് ഇട്ട് കൊടുക്കുക. രണ്ടാമത്തെ ലെയറും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടോ. ഇനി ഇതേ നേരത്തെ ഒഴിച്ചതുപോലെ തന്നെ ചാണകം എടുത്തിട്ട് രണ്ടാമത്തെ ലെയറായിട്ടും ഒഴിച്ചങ്ങ് കൊടുക്കുക. ഇങ്ങനെ ഈ ചെയ്യുന്നത് നമ്മൾ എന്ത് ചെയ്യുക, ഈ ചാക്ക് നിറയുന്നത് വരെ റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ ചാക്ക് നമുക്ക് എത്ര വലുപ്പമുള്ളത് എടുക്കാം. ഞാനിവിടെ ചെറുതെടുത്തത് മാത്രമേ ഉള്ളൂ. മുന്നേ ഉണ്ടാക്കി വെച്ച ഒരു കമ്പോസ്റ്റും കൂടെ ഉണ്ട്, അത് ഞാൻ ഇതിലേക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഞാൻ മൂന്നാമത്തെ ലെയറായിട്ട് ഇടുന്നത്. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ ചാക്ക് നമ്മൾ നല്ലോണം ഒന്ന് ടൈറ്റാക്കി താഴോട്ടെല്ലാം പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സാധനം നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഉൾക്കൊള്ളിക്കണം. ഇപ്പം ലാസ്റ്റ് ലെയറാണ് ഞാൻ ഇതിലേക്ക് ഇട്ടത് കേട്ടോ. ഇതേ ഈ ചാക്കിൽ നിറയുള്ളൂ. അപ്പം ഇതിന് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. ഇപ്പം ഈ ലാസ്റ്റ് ലെയറിൻ്റെ മുകളിലേക്ക് എന്ത് ചെയ്യണം, നല്ലോണം തന്നെ ചാണകം ഒഴിച്ചട വെച്ചേക്കുക. ഇതിൽ നമ്മൾ അവസാനത്തെ ലെയറും കൂടെ ഇതിലേക്ക് ഇട്ടിട്ടോ. എന്നിട്ട് ഏറ്റവും മുകളിൽ ചാണകം ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം, ഇത് നല്ല ടൈറ്റ് ആക്കിയിട്ട് കെട്ടിയിട്ട് ഏതെങ്കിലും ഒരു സൈഡിൽ നമ്മൾ വെച്ച് കൊടുക്കാൻ വേണ്ടത്. വെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യം നല്ല തണൽ കിട്ടുന്ന സ്ഥലത്ത് തന്നെ വെക്കണം കേട്ടോ. അതിന് മുന്നൊന്ന് പറയാനുള്ളത്, ഇത് നമുക്ക് ഡ്രൈ ആയി പോകാൻ തീരെ പാടില്ല. പെട്ടെന്ന് ഡ്രൈ ആയി പോയാൽ ഇത് കമ്പോസ്റ്റ് ആവൂല കേട്ടോ. അപ്പോൾ ഡ്രൈ ആവാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഒന്നാമത് നല്ല തണലുള്ള സ്ഥലത്ത് വെച്ച് കൊടുത്താൽ മതി. രണ്ടാമത് ചെയ്യേണ്ടത്, ഇനി തണലോ കുറച്ച് കുറവാണ്, ഇപ്പോൾ വെയിലാണ്, വേനൽക്കാലം ആയതുകൊണ്ട് ഒരാഴ്ചയിൽ ഒരു തവണ എന്നെങ്കിലും എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് വെള്ളം കൊടിഞ്ഞു കൊടുത്താൽ മതി. കെട്ടയിക്കുക, കുറച്ച് വെള്ളം കൊടിഞ്ഞു കൊടുത്താൽ മതി. അപ്പം ഇതിൽ തന്നെ ഒരുപാട് സൂക്ഷ്മാണുക്കളൊക്കെ വന്നിട്ട് എന്ത് ചെയ്യും, ഇതിൻ്റെ ഡീകമ്പോസിഷൻ ഇവിടെ നിന്ന് നടന്നോളും. അങ്ങനെ ഡീകമ്പോസിഷൻ നടന്നു കഴിഞ്ഞാൽ ഇത് നല്ല കമ്പോസ്റ്റായി വരികയും ചെയ്യും കേട്ടോ. അങ്ങനെയുള്ളൊരു കമ്പോസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരിക്കുകയും ചെയ്യാം. കുറച്ച് മുന്നേ ഞാൻ ഒരു മാസം മുന്നേ ചെയ്തു വെച്ച ഒരു കമ്പോസ്റ്റ് ഉണ്ട്, അത് പൊടിയുന്നതും കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇത് നല്ല തണൽ കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് വെച്ച് കൊടുത്താൽ മതി. അത്യാവശ്യം നല്ല തണൽ കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയുള്ള ഭാഗത്തേക്ക് വെച്ച് കൊടുത്താൽ മതി. ഇനി തണലില്ലെങ്കിൽ ഇതിന് മുകളിലേക്ക് നന്നായി എന്ത് ചെയ്യുക, എന്തെങ്കിലും ചാക്ക് കൊണ്ടൊക്കെ പുതപ്പിച്ച് കൊടുത്താൽ മതി. അപ്പോൾ കൂളിയും കിട്ടിയാൽ മതി. ആഴ്ചയിൽ ഒരു ദിവസം എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുത്താൽ വളരെ നല്ലതാണ്. പിന്നെ ഈ ചാക്കിന് എന്തായാലും നീര് ഇറങ്ങി പോവുകയും ചെയ്യും. അപ്പോൾ ഈ ഓവറായിട്ട് നീര് നിൽക്കാനും പറ്റൂല, അത് ജസ്റ്റ് കുറച്ചിങ്ങനെ ഇറങ്ങി പോവുകയും ചെയ്യും കേട്ടോ. ഇനി ഞാൻ മുന്നേ ചെയ്ത് വെച്ചൊരു കമ്പോസ്റ്റ് കാണിച്ചേ. ഏകദേശം ഒരു മാസം മുന്നേ ഞാൻ ഇവിടെ കമ്പോസ്റ്റ് ആണ്, അതായത് നമ്മൾ മുറ്റത്തു നിന്നൊക്കെ അടിച്ചു വരുന്ന ചപ്പുകൾ എടുത്തു വെച്ചൊരു ചാക്കിലിട്ടിട്ട് ഇതേപോലെ ഞാൻ ചെയ്ത് വെച്ചതാണ്. ഇതിൻ്റെ മാറ്റങ്ങൾ ഞാനൊന്ന് കാണിച്ചു തരാം. ഈ കെട്ട് കഴിക്കുമ്പം തന്നെ ഇതിൻ്റെ ഉള്ളിൽ പിന്നെ ഇത് ചാണകല്ലേ മണക്കുന്നൊക്കെ. അപ്പം ഞാനിതിൽ കുറച്ച് വെള്ളം ഒഴിക്കാൻ കുറച്ച് വിട്ടു ചെയ്തുകൊണ്ട് ടോപ്പ് ലെയറിൽ ഇതാ ഡ്രൈ ആയി കിടക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഡ്രൈ ആവാൻ പാടില്ല. പക്ഷെ ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് ഞാനൊന്ന് കാണിച്ചു തരാം. ഇതിൽ സൂക്ഷ്മജീവികളൊക്കെ പ്രവർത്തിച്ചിട്ട് ഇത് പൊടിയിൽ തുടങ്ങിയിട്ടുണ്ടാവും. നമുക്ക് നോക്കാം. ജസ്റ്റ് സൈഡിലേക്കൊന്നും ഇങ്ങനെ മാന്തി നോക്കിയാൽ മതി. ഇത് എവിടേക്കൊക്കെ നനവുണ്ടേ. ഏകദേശം ഞാനിപ്പോൾ വെള്ളം ഒഴിച്ചെടുത്തിട്ട് കുറേ ഇവിടെയൊക്കെ നന്നായിട്ട് പൊടിയിൽ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ കയ്യിലെടുത്ത് കാണിച്ചു തരാം. ഇതിൻ്റെ അടിയിലത്തെ ഒരു ലെയറാണിത്, ഉണ്ടല്ലേ. ഇത് ഞാൻ പച്ചിലയും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നു. ഇത് നന്നായിട്ട് തന്നെ പൊടിയിൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ പൊടിഞ്ഞ് നന്നായിട്ട് വരണം. ഇതിലൊന്നും കൂടി നമ്മൾ അടിയിലേക്ക് നോക്കിയാൽ ഇതിനേക്കാളും റെഡി ആയിട്ടുണ്ടാവുക. ഇത് നല്ല അടിയിൽ നിന്ന് വന്നതാണ്. അപ്പം അടിയിലൊക്കെ നല്ല നനവുണ്ട്. ഇത് അടിയിൽ നിന്ന് എടുത്തതാണ്. ഇത് അത്യാവശ്യം പൊടിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ചെറിയതാ സൂക്ഷ്മ ജീവികളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. ഇവരുടെ പ്രവർത്തനം കൊണ്ടാണ് ഇത് പൊടിഞ്ഞ് കമ്പോസ്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ആവുന്നുണ്ട്. ഇനി നമ്മളിത് മൊത്തം ഇങ്ങനെ ഇളക്കി ഈ മേലെ കണ്ട ഡ്രൈ ആയ ഭാഗം എന്ത് ചെയ്യാം, താഴോട്ടാക്കി കൊടുത്താലും നല്ലതാണ്. അപ്പം എന്ത് ചെയ്യും, അതും കൂടെ നമുക്ക് പെട്ടെന്ന് കമ്പോസ്റ്റ് ആയി കിട്ടും. ഇനി ഇതിൽ ഡ്രൈ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്തേ, നേരത്തെ പറഞ്ഞതുപോലെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇത് അത്യാവശ്യം നല്ല വെയിറ്റിലുണ്ട് കേട്ടോ. ഇത് അവിടെയൊക്കെ നല്ലോണം പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇലകളൊക്കെ. അപ്പം ഇങ്ങനെയാണ് നമ്മൾ വളരെ സിമ്പിളായിട്ട് കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും. ചില ആൾക്കാരൊക്കെ ഒരു ധാരണ ഉണ്ട് ഇത് ഉണ്ടാക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് എന്ന്. കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന രീതികൾ മനസ്സിലായല്ലോ. അപ്പം ഈ രീതിയിൽ എന്തായാലും ഉണ്ടാക്കി നോക്കുക. പച്ചച്ചാണകം കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇനി ജസ്റ്റ് വെള്ളം മാത്രം നനച്ചു കൊടുത്താൽ ആവാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. നമുക്കൊന്നും കൂടി വളക്കൂറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്,
നമ്മൾ ഈ കമ്പോസ്റ്റ് സാധനങ്ങളും ചാണകവും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ പൊടിഞ്ഞൊക്കെ നിങ്ങൾ കണ്ടല്ലോ, ഇത്രയും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിൽ ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുത്താൽ മാത്രം മതി. ഇനി ഈ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന പല മെത്തേഡുകളുണ്ട്. മണ്ണിര കമ്പോസ്റ്റ്, അങ്ങനത്തെ എയർ കോണ്ടാക്ട്, അങ്ങനെ ഓരോ മെത്തേഡുകളുണ്ട്. പക്ഷെ ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചാക്കുണ്ടെങ്കിൽ അത് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാ ആൾക്കാരും ചെയ്ത് നോക്കുക. നമുക്ക് നല്ല ജൈവവളമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുകയും ചെയ്യും. പച്ചക്കറികൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.